ആലപ്പുഴയിൽ ലവ് ജിഹാദിന്റെ പുതിയ പതിപ്പ്. ആലപ്പുഴ ഹരിപ്പാട് ചിങ്ങോലിയിൽ വിവാഹിതയായ ഹിന്ദു യുവതി ഭർത്താവ് അറിയാതെ ഇസ്ലാം മതം സ്വീകരിച്ചു. തമിഴ്നാട് നാഗപട്ടണം തിരുവാവൂർ സ്വദേശി അമീർ ഫൈസലും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പോലീസിനെ പെൺകുട്ടി അറിയിച്ചത് എന്നാണ് വിവരം. ഭാര്യയെ തിരിച്ചുകിട്ടാൻ പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ് ഭർത്താവ് സൂരജ്. 5 വർഷം മുമ്പാണ് ആലപ്പുഴ ഹരിപ്പാട് ചിങ്ങോലി സ്വദേശി സൂരജ് ചിങ്ങോലി സ്വദേശിനിയായ ഹിന്ദു യുവതിയെ വിവാഹം കഴിച്ചത്. സന്തോഷപൂർവ്വം ജീവിച്ചു വന്ന കുടുംബത്തിൽ പെൺകുട്ടിയുടെ ഫോൺ ഉപയോഗത്തെ ചൊല്ലി ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നതായും പോലീസിൽ പരാതി നൽകിയിരുന്നതായും സൂരജ് പറയുന്നു. ഇവന്റെ കയ്യിൽ മാത്രമല്ല തെറ്റ്, അവിടെ അമ്മയുടെ കയ്യിലും തെറ്റ്. അച്ഛന് കാശ് കൊടുത്തപ്പോ അച്ഛനങ്ങ് ഒതുങ്ങി. കല്യാണം കഴിഞ്ഞ് അന്നോട്ട് തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു പുള്ളിക്കാരന്. ഞാൻ എന്റെ പെണ്ണുമ്പളെ കൊണ്ട് ഒരു അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, ഒരു കടയിൽ പോകാൻ പറ്റത്തില്ല, അവൾക്ക് എങ്ങും അവളെ കൊണ്ട് പോകാൻ പറ്റില്ല. പുള്ളി എടുത്ത് പോയി അടിച്ചിട്ട് പറയുന്നത് അറിയോ, ഞാൻ അവളെ വിൽക്കാൻ കൊണ്ടുപോയത്. ഇപ്പൊ അവളെ വിറ്റല്ലേ പുള്ളി 50,000 രൂപയ്ക്ക്. ഇപ്പൊ പുള്ളി 50,000 രൂപയ്ക്ക് അവളെ വിറ്റത്. മതപരിവർത്തനം, അത് അത്രേ ഉള്ളൂ, മതപരിവർത്തനം തന്നെ നടത്തുന്നത് മൊത്തം. അല്ലെങ്കിൽ പിന്നെ അവരുടെ വീട്ടിൽ പൂജ നടത്തിയ എന്തിനാ? തമിഴ്നാട് നാഗപട്ടണം തിരുവാവൂർ സ്വദേശി അമീർ ഫൈസലുമായി പരിചയപ്പെട്ടതിനു ശേഷമാണ് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായതെന്ന് സൂരജിന്റെ കുടുംബം പറയുന്നു. ഈ മാറ്റം മതം മാറ്റത്തിലും അമീറിനൊപ്പം ജീവിക്കണമെന്ന നിലപാടിലും യുവതിയെ എത്തിച്ചതായാണ് സൂരജിന്റെ അമ്മ പറയുന്നത്. സ്വന്തം അച്ഛനും അമ്മയും അറിയാതാണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ചെറുക്കൻ, ഏത് സമുദായത്തിലും ആയിക്കോട്ടെ, നമ്മൾ ജാതിയെ പറ്റി പറയുന്നില്ല, ഏത് സമുദായത്തിൽപ്പെട്ട ഒരു ചെറുക്കനായാലും ഒരു ഭർത്താവ് നിലവിൽ ഉള്ളപ്പം, വിവാഹമോചനം ചെയ്യാതെ നിലവിലുള്ളപ്പം വേറൊരുത്തനെ കല്യാണം കഴിച്ചു കൊടുക്കുവോ? അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ നാളെ ഇവളെ കൊണ്ടുപോയി അവൻ എന്തെങ്കിലും ഒരു അപാതക ഇവക്ക് പറ്റി, ഇവൻ നിലവിലുള്ള ഭർത്താവിനെ പിടിക്കുവോ, അവനെ പിടിക്കുവോ? എന്റെ മോനെ തന്നെ പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യും. പയ്യനെ തിരുവാവൂർ, നാഗപട്ടണം തിരുവാവൂർ, ഇന്നലെ അവർ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഞാൻ കേട്ടതാണേ, അല്ലാതെ എനിക്കറിയത്തില്ല. ആരുടെ പയ്യന്റെ? അമീർ ഫൈസൽ. ഇവിടെ പേര് മാറ്റി ഫാത്തിമ അമീർ എന്നാക്കി. അതും അവൾ കോടതിയിൽ സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. മതം മാറിയ പെൺകുട്ടി ഫാത്തിമ അമീർ എന്ന പേര് സ്വീകരിച്ചതായാണ് വിവരം. മതം മാറാൻ പെൺകുട്ടിയുടെ കുടുംബം പണം സ്വീകരിച്ചതായും പരാതിയുണ്ട്. മതം മാറ്റാൻ പ്രാർത്ഥനാ സംഘം നാഗപട്ടണത്തു നിന്നും യുവതിയുടെ വീട്ടിലെത്തിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി രംഗത്തെത്തി. ലവ് ജിഹാദിന്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം യുവാവുമായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെടുകയും ആ ബന്ധപ്പെടുന്നതിനനുസരിച്ചാണ് ഇവിടുത്തെ സംഘടിതമായ മതമൗലികവാദികളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും നിർബന്ധിതമായ മതപരിവർത്തനം നടത്തി ഇന്ന് അവരെ പർദ്ദയിടിയിച്ച് ഇന്ന് മതപരിവർത്തനം നടത്തിയിരിക്കുകയാണ്. നാഗപട്ടണത്ത് നിന്നും മടങ്ങിയെത്തിയ പെൺകുട്ടി അവരുടെ വീട്ടിലാണ്. ഭാര്യയെ തിരികെ ലഭിക്കാൻ ഭർത്താവ് സൂരജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ വിവാഹമോചന കേസ് പോലും ഇരുകൂട്ടരും ഫയൽ ചെയ്തിട്ടില്ല. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.